ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാളികുളങ്ങര അമ്പലത്തിലാണ്. അവിടുത്തെ വലിയ വിളക്കിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ദേ കണ്ടില്ലേ, എല്ലാവരും വലിയ വിളക്ക് നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു തിരക്കിലാണ്. കുട്ടികളും വലിയവരും എല്ലാവരും ചേർന്നാണ് കേട്ടോ ഈ ഒരു വിളക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കവുങ്ങിൻ്റെ മരവും വാഴപ്പോളയും കൊണ്ടാണ് ഈ ഒരു വിളക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 7 നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു വിളക്ക് സെറ്റ് ചെയ്യുന്നത്. അത് കാണാനായിട്ട് ഒരുപാട് പേര് അമ്പലത്തിൻ്റെ ചുറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴും പൊങ്കാലയും ദണ്ടൊക്കെ ഇടുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാം കേട്ടോ. ഉത്സവമായതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ സ്റ്റേജ് പ്രോഗ്രാമും നടക്കുന്നുണ്ട്. അത് കാണാനും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് നല്ല ഭക്തിസാന്ദ്രമായിട്ട് കാളികുളങ്ങര തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തിയമ്മ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഈ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്ത് മനോഹരമാണല്ലേ. ഒരുപാട് പേര് വരുന്നുണ്ട് അമ്പലത്തിലേക്ക് വലിയ വിളക്ക് കാണാനായിട്ടും അവിടുത്തെ പ്രോഗ്രാംസുകളൊക്കെ കാണാനായിട്ട്. അമ്പലത്തിൻ്റെ സൈഡ് വ്യൂകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, തിക്കും തിരക്കുമായിട്ട് ജനങ്ങളിങ്ങനെ തിങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സ് വാങ്ങാനായിട്ട് ഒരുപാട് കടകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്കും കുറച്ച് ടോയ്സൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ. അതിൽ ഫാനാണ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങിക്കൊടുത്തു. ഇതായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടും വൈഫും ആണ്. അപ്പോൾ അവർക്കൊരു കുഞ്ഞ് വാവ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വാവയുടെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. വാവേനെ എന്താ കൊണ്ടുവരായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ നമ്മുടെ ഒരു റിലേറ്റീവിനെയും കൂടി കണ്ടായിരുന്നു. പിന്നെ അവരെടുത്ത് വർത്താനം പറഞ്ഞു. സവിത ചേച്ചി, രാജമ്മ, അപ്പോൾ രാജമ്മയുടെ മോളുണ്ട്, പിന്നെ പേരക്കുട്ടിയുണ്ട്. അങ്ങനെ എല്ലാവരും അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. മോളാണെന്നുണ്ടെങ്കിൽ എന്നെ അധികം എൻ്റെ അടുത്ത് സംസാരിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് സംസാരിക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ആൾ ഓക്കെ കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ അമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അധികം ഇങ്ങനെ പറയണ്ടല്ലോ, നമുക്ക് വലിയ വിളക്ക് കാണാം, അതല്ലേ? അപ്പോൾ വലിയ വിളക്ക് എല്ലാവരും കാണണം, മിസ് ചെയ്യരുത്. കാരണം അവിടെ ചെന്നാലും ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ.
സമയം ഇപ്പോൾ 4 മണിയാകാൻ പോകുന്നു. അല്പസമയങ്ങൾക്കകത്ത് തന്നെ ആ ദിവ്യമായ വലിയവിളക്ക് പ്രതിഷ്ഠാപനത്തിലേക്ക് എത്തുവാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ക്ഷേത്ര ദർശനത്തിന് ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനത്തിനും വലിയ വിളക്ക് ദർശനത്തിനും എത്തുന്ന ഭക്തജനങ്ങളുടെ വിലയേറിയ ആഭരണങ്ങൾ, സ്വർണ്ണ ആഭരണങ്ങൾ, പേഴ്സ്, വാച്ച്, മൊബൈൽ ഫോൺ, താക്കോൽ കൂട്ടം മുതലായവ ചിലകിൽ നഷ്ടപ്പെട്ടു പോകാതെ. ചൊവ്വ നല്ല സ്ഥാനത്തുണ്ട്, വ്യാഴം നല്ല സ്ഥാനത്ത്. ഇവിടെ കിട്ടിയത് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ 4 വ്യാഴമുണ്ട്. അപ്പൊ നല്ല ദൈവാദിനോട് രാശി നേരത്തെ കണ്ടതുപോലെ നല്ല സ്ഥാനം. ശ്രദ്ധിക്കുക, ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊള്ളുന്ന നടപടികളിൽ യാതൊരു
പ്രദേശത്തെ നൂറുകണക്കിന് ചെറുപ്പക്കാർ അവരുടെ കൈകളിലും തോളിലും സുരക്ഷിതമായി വരികളെ നീട്ടി ക്ഷേത്രത്തിന്റെ വടക്കിലെ നടയിൽ സ്ഥാപിക്കുമ്പോൾ വലിയ വിളക്കിന്റെ ഏറ്റവും അവസരവുമായ വ്യക്തമാക്കുക മാറാത്ത അസുഖങ്ങളിൽ കുത്തിക്കോ ഓളെ കുത്തിക്കോളെ കുത്തിയാ ഇടിച്ചു കയറ്റണോട്ടാ നേരെ കൊണ്ടും ചിലപ്പോ അപ്പൊ ഒന്ന് ദിശ കാണിക്കണ്ടേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
അങ്ങനെ വലിയ വിളക്ക് അമ്പലത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ സംഖ്യയിലാണ് പ്രദക്ഷിണം അവസാനിപ്പിക്കേണ്ടത്. ഒരു 11 പ്രാവശ്യമാണെന്ന് തോന്നുന്നു കേട്ടോ വലം വെച്ചത്. കറക്റ്റ് എണ്ണം എനിക്ക് ഓർമ്മയില്ല, കാരണം അത്രമേൽ ഞാൻ അമ്മയിൽ ലയിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വിളക്ക് കണ്ടുകൊണ്ട് തന്നെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ വലിയ വിളക്ക്? ആദ്യമായിട്ട് വലിയ വിളക്ക് കാണുന്ന ആരെങ്കിലും ഉണ്ടാവും ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ വിളക്ക് പിടിച്ചിട്ട് ഈ ചേട്ടന്മാരിങ്ങനെ പോകുന്നത് കേട്ടോ. ഒരുപാട് പേരുണ്ട് ഈ പോകുന്നത്, കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അത് നടത്തി തരാനും നടത്തിയതിൻ്റെ ആ ഒരു പ്രതിഫലമായിട്ടൊക്കെ ആയിട്ടാണ് കൂടുതൽ പേരും ഈ ഒരു വിളക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും അവിടുത്തെ മുത്തിയമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.